120ാമത് കൺവെൻഷൻ്റെ ഈ പ്രഥമ രാത്രിയിൽ മാരാമൺ മണൽപ്പുറത്ത് വചന ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അഭിവന്യ എബ്രഹാം മാർ പൗലോസ് തിരുമേനി, മറ്റ് വന്യരായിട്ടുള്ള തിരുമേനിമാരെ, വൈദികരെ, വിശ്വാസ സമൂഹമേ, നിങ്ങളോടൊപ്പം ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും എന്നെ ക്ഷണിച്ചതിൽ പ്രത്യേകമായിട്ട് മെത്രാപ്പൊലീത്തയോടും ഇതിൻ്റെ കൺവീനറായിരിക്കും തമ്പിയച്ചനോടും ഒക്കെയുള്ള നന്ദി സ്നേഹവും ആദ്യമേ തന്നെ ഞാൻ അറിയിക്കട്ടെ. ഈ മണപ്പുറം എന്നെ സംബന്ധിച്ച് വളരെ ചെറുപ്രായം മുതൽ ബന്ധിതമായ സ്ഥലമാണ്. അതുകൊണ്ട് രാത്രി യോഗം എന്നെ സംബന്ധിച്ച് ആദ്യത്തെ അനുഭവമല്ല. രാത്രി യോഗത്തിൽ വന്ന് സംബന്ധിക്കുന്നത് പലപ്പോഴും ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. വളരെ ശാന്തമായ, വളരെ അനുഗ്രഹീതമായ, മറ്റു വലിയ പെരുപ്പങ്ങളില്ലാതെ അനേക ഭക്തന്മാരുടെ പ്രസംഗം കേൾക്കുവാൻ പ്രത്യേകിച്ച് വന്നത് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് ഈ രാത്രിയിലും ഈ പന്തലിനകത്തും പന്തലിൻ്റെ മറുകരയിലുമായി വചനം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പമ്പയുടെ മാറിൽ ഈ മണൽപ്പുറത്ത് ഈ കൺവെൻഷൻ ഒരനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വരുന്ന വിശ്വാസ സമൂഹം, നാനാജാതി മതസ്ഥർ അനുഗ്രഹീതരായി ജീവിതത്തിൽ പലപ്പോഴും രൂപാന്തരത്തിന് ഭാഗമാകുകയും അവരിലൂടെയൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നടക്കുകയും ചെയ്തുകൊണ്ട് ഈ മണപ്പുറത്ത് മർത്തോമാ സഭയിലെ ഭക്തന്മാരായ അനേക തിരുമേനിമാർ ഓരോ കാലഘട്ടത്തിൽ ഈ ജനത്തെ ഉദ്ബോധിപ്പിക്കുകയും ഈ ജനത്തെ ദിശാബോധമുള്ളവരാക്കുകയും ചെയ്തത് ചരിത്രപരമായി ഇന്നും സജീവമാണ്. അതുകൊണ്ട് ഒരു സാധാരണ യോഗം പോലെയല്ല, പലപ്പോഴും ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക്, ലോകത്തെ ക്രൈസ്തവ സമൂഹത്തിന് ചില ബോധ്യങ്ങൾ നൽകുന്ന യോഗമായിട്ടാണ്, സന്ദേശങ്ങളായിട്ടാണ് പരിണമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും ഇതൊക്കെയാണ് സംഭവിക്കേണ്ടത്, സംഭവിക്കണം എന്ന് മനഃപൂർവ്വമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. മനഃപൂർവ്വമായിട്ട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഇവിടെ വരുന്ന പതിനായിരങ്ങൾ, ആയിരങ്ങൾ അനുഗ്രഹീതരാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ കൂട്ടായിട്ടുള്ള പഠനത്തിന്, ചിന്തകൾക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗത്തേക്കാണ് ഞാൻ പോകുന്നത്. 1-2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം, അതിലടങ്ങിയിരിക്കുന്ന ചില പ്രശ്നങ്ങളിലൂടെ പ്രാർത്ഥിച്ചപ്പോൾ ലാലച്ചൻ പ്രാർത്ഥിച്ചതുപോലെ ദൈവവചനം ഇന്നും സജീവമാണ് എന്ന് പറയുമ്പോൾ, വചനം എപ്പോഴും ക്രിയ ചെയ്യുന്നതാണ് എന്ന് പറയുമ്പോൾ, വചനത്തിൻ്റെ കാലികമായിട്ടുള്ള എന്താണ് സംഗതമായ സന്ദേശം എന്ന് അന്വേഷിക്കുമ്പോഴാണ് വചനത്തിൻ്റെ ആ തുടർച്ച നിലനിൽക്കുന്നത്. അതുകൊണ്ട് വളരെ പഴഞ്ചനായ എന്ന് തോന്നുന്ന ഈ സംഭവമൊക്കെ പല ആവർത്തി കേട്ടതായ, അതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ലഭിച്ച ചില കാഴ്ചപ്പാടുകൾ വളരെ ശാന്തമായിട്ട് പങ്കുവെക്കുകയാണ്. നയമാൻ്റെ കുഷ്ഠരോഗം സൗഖ്യമാക്കുന്ന സംഭവമാണ്. ഇതിനകത്ത് 3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ചോദിക്കുന്നു, ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിക്കളഞ്ഞു എന്ന് ദൈവപുരുഷനായ എലീശ കേട്ടപ്പോൾ രാജാവിൻ്റെ അടുക്കൽ ആളയച്ച്, നീ വസ്ത്രം കീറിക്കളഞ്ഞത് എന്ത്? നീ വസ്ത്രം കീറിക്കളഞ്ഞത് എന്ത്? ഉത്തരം ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല. രണ്ടാമത് ഉള്ള ഒരു ചോദ്യം,
അത് 5-ാം അധ്യായം 12-ാം വാക്യം. ദമശ്ശക്കിലെ നദികളായ ബാനയും പർപ്പുലയും ഇസ്രയേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ? എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകരുതോ എന്ന് പറഞ്ഞ് അവൻ ക്രോധത്തോടെ പോയി. അവിടെ ചോദിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ വെള്ളമില്ലയോ, നദിയില്ലയോ എന്നുള്ള ഒരു ചോദ്യമാണ്. മൂന്നാമത് ഒരു ചോദ്യം 26-ാം വാക്യം. അതിന് അവൻ ആ പുരുഷൻ രഥത്തിൽ നിന്നിറങ്ങി, നിന്നെ എതിരേറ്റപ്പോൾ എൻ്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ? വീണ്ടും അതിനോട് ചേർത്തൊരു ചോദ്യം കൂടെ ചോദിക്കുന്നു. ദ്രവ്യം സമ്പാദിക്കുവാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നിവ മേടിക്കുവാനും ഇതാകുന്നുവോ സമയം? അതുകൊണ്ട് ഈ 3 ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ വേദഭാഗത്തെ ഞാൻ അല്പം ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആമുഖവാക്യം നമുക്കറിയാം. പ്രാരംഭവാക്യം അരാം രാജാവിൻ്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തരം അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രയേൽ ദേശത്തു നിന്നൊരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോയി. അവൻ ചെന്ന് തൻ്റെ യജമാനോട് ഇസ്രയേൽ ദേശക്കാരിയായ പെൺകുട്ടി ഇന്ന പ്രകാരം സംസാരിച്ചെന്ന് ബോധിപ്പിച്ചു. അതുകൊണ്ട് കഥകൾ ആവർത്തിക്കുന്നില്ല. ഇവിടെ നയമാനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. പരാക്രമശാലിയാണ്, അവൻ കുഷ്ഠരോഗിയാണ്. അവിടെ ഇസ്രയേൽ ദേശത്തുനിന്ന് ഒരു അടിമ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആ അടിമ പെൺകുട്ടി പറയുന്നു, ഞങ്ങളുടെ ദേശത്ത് ഒരു ഭക്തനായ മനുഷ്യനുണ്ട്, ഒരു ദൈവദാസനുണ്ട്. ഇന്ന് 2015 ഇത് വായിക്കുമ്പോൾ ഒരു പക്ഷേ ഈ സംഭവത്തിൻ്റെ പച്ചയായ കഥ സംഭവം കുഷ്ഠരോഗിയായ നയമാൻ, പരാക്രമശാലിയായിട്ടുള്ള നയമാൻ, ആ വീട്ടിൽ പരിമിതിക്കുള്ളിൽ കഴിഞ്ഞതായ ഏറ്റവും വലിയ പട്ടാള മേധാവി അടിമയായ പെൺകുട്ടിയെ അവിടെ കൊണ്ടുവന്നു. ആ പെൺകുട്ടി ഈ പരാക്രമിയായ മനുഷ്യൻ ഒരു കുഷ്ഠരോഗിയാണെന്ന് തിരിച്ചറിഞ്ഞ് അവൾക്കറിയാവുന്ന അറിവിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ്, ഞങ്ങളുടെ ദേശത്ത് ഒരു ഭക്തനായ ദൈവപുരുഷനുണ്ട്, അവിടെ ചെന്നാൽ അവന് എൻ്റെ യജമാനന് സൗഖ്യം വരും. അപ്പോൾ ഇവിടെ രോഗാതുരമായ രോഗം ബാധിച്ച ഒരു വലിയ പരാക്രമിയെക്കുറിച്ചുള്ള പരാമർശനമാണ്. ഇവിടെ അടിമയായി പിടിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യമാണ്. ഇവിടെ സൗഖ്യമന്വേഷിക്കുന്ന ഒരു നയമാനെക്കുറിച്ചുമാണ്. കർത്താവിൽ പ്രിയരെ, വിശ്വാസ സമൂഹമേ, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഇന്ന് നമുക്ക് കാണേണ്ടത്? നമുക്കെങ്ങനെയാണ് ഇതിനോടൊക്കെ പ്രതികരിക്കാൻ കഴിയുന്നത്? എങ്ങനെയായിരിക്കും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്ത് നമുക്കുള്ള ക്രൈസ്തവ സമീപനം എന്തായിരിക്കും? ഇന്ന് പൊതുവെ പറഞ്ഞാൽ ഞാനും നിങ്ങളും എന്നോട് യോജിക്കുന്ന ഒരു കാര്യമാണ്. പരാക്രമശാലികളാണ്, സമ്പന്നരാണ്, വളർച്ചയുടെ ഘട്ടങ്ങളിലാണ്. ഇതൊക്കെ ഇന്ന് സമൂഹത്തിൻ്റെ ചിത്രമാണ്, രാജ്യത്തിൻ്റെ ചിത്രമാണ്. വികസനം വിസ്ഫോടകമായി വളരെ വേഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലാണ്. സഭയും സമൂഹവും ഭൗതികമായി വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. സഭയും സമൂഹവും അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന, അതിന് സഹായകരമായ ധാരാളം ഘടനകളുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നയമാനോടുകൂടി ചേർത്ത് വായിക്കുകയാണെങ്കിൽ ഒരു കുഷ്ഠരോഗത്തിൻ്റെ, ഒരു മാറാവ്യാധിയുടെ, ഒരു തീരാവ്യാധിയുടെ, ഒരു ആരോഗ്യമില്ലാത്ത ഒരു ചിത്രം വളരെ മനോഹരമായിട്ട് വരച്ച് കാട്ടിയിരിക്കുന്നു.
ഞാൻ ഇത് തമ്മിൽ ബന്ധപ്പെടുത്തുകയാണ്. വളരെ പരാക്രമശാലിയാണ്, ആരാൻ രാജാവിൻ്റെ സേനാനായകനാണ്, വീരശൂര പരാക്രമിയാണ്, ഒത്തിരി നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ട്. പക്ഷേ ഒരു മാറാവ്യാധിപ്പെട്ട് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന, നിർജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ്, വളരെ പ്രതീകാത്മകമായിട്ട്, സിംബോളിക്കായിട്ട് ഞാൻ വ്യാഖ്യാനിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, വളരെ കഥയുടെ ധാതു അനുസരിച്ച്, ധാതാതന്തു അനുസരിച്ച് വളരെ സ്ട്രെയിറ്റായിട്ട് ഒരു സന്ദേശമുണ്ട് കുഷ്ഠരോഗത്തെ സൗഖ്യമാക്കുന്ന ദൈവിക ഇടപെടലിനെ കുറിച്ച്. അതും ഞാൻ ചേർത്ത് വായിക്കുന്നുണ്ട് ഈ ഭാഗത്ത്. എന്നാൽ ഇവിടെ രോഗാതുരമായിട്ടുള്ള ഒരു യുദ്ധഭൂമിയുടെ പശ്ചാത്തലത്തിൽ ഒരു അടിമ വ്യവസ്ഥിതിയെ നിലനിർത്തുന്ന വളരെ സങ്കീർണമായിട്ടുള്ള അനേക കാര്യങ്ങൾ ചുറ്റുപാടുകളിലാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് നിങ്ങളോട് എൻ്റെ ചോദ്യം. അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടൊരു ശ്രമം നടത്തുന്നതിൽ എന്തെങ്കിലും പന്തികേടുണ്ടോ? 1915 ഇന്നലെ യാക്കോബ സഭയുടെ സമ്മേളനത്തിൽ വെച്ച് ഒരു വലിയ പ്രതിജ്ഞ ദീപം കൊളുത്തി മെഴുകുതിരി കത്തിച്ച് ഞങ്ങളെല്ലാവരും എടുത്തു. ഇന്നേക്ക് 100 വർഷം മുമ്പാണ് ഓട്ടോമൻ എംപയർ ടർക്കിയിൽ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയത്. ഒരു യുദ്ധഭൂമിയായിരുന്നു. സകലരും പലായനം ചെയ്തു. ഇന്ന് ടർക്കിയിൽ ഞാൻ 2-3 മാസം മുമ്പ് ടർക്കി സന്ദർശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ഏഷ്യ മൈനർ എന്ന് പറയുന്ന ഇന്നത്തെ സ്ഥലത്ത് സ്മർണ തുടങ്ങി, പെർഗമോസ് തുടങ്ങി, എഫെസോസ് തുടങ്ങി, തുദൈര തുടങ്ങി 7 സഭകൾ ആദിമസഭയിൽ ആദിമ നൂറ്റാണ്ടുകളിൽ പ്രബലമായിരുന്ന സുവിശേഷം വ്യാപനത്തിന് സഹായിച്ച തുർക്കിയിൽ ഇന്ന് 7 പള്ളി നിന്ന സ്ഥലത്ത് വെറും കൽക്കൂമ്പാരമല്ലാതെ ഒന്നുമില്ല. 7 പള്ളി നിലകൊണ്ടിരുന്ന സ്ഥലത്ത് വെറും കൽക്കൂമ്പാരമല്ലാതെ ഒരു പള്ളിയുമില്ല. സകല ക്രൈസ്തവരും അവിടുന്ന് ഗ്രീസിലേക്ക് പലായനം ചെയ്തു. ബാക്കി ശേഷിച്ചവർ ഒട്ടുമുക്കാലിനെ കൊന്നൊടുക്കി. 100 വർഷം അതിൻ്റെ ശതാബ്ദി, എല്ലാം ആഘോഷമാണല്ലോ. 2015 പൂർവ്വ ഏഷ്യയിൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പട്ടക്കാരെയും ബിഷപ്പിനെയും സുവിശേഷകരെയും കൊന്ന് കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുകയാണ്. പൂർവ്വേഷ്യയിൽ നിന്ന്, മധ്യപൂർവേഷ്യയിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഇറാഖിൽ നിന്നും അന്ത്യോക്കയിൽ നിന്നും പലായനം ചെയ്യുന്നു കൂട്ടത്തോടെ. 2 വിദേശ രാജ്യങ്ങളെ സ്പർശിച്ച് ഞാൻ ആ ഭാഗം വിടുകയാണ്. ചിന്താശക്തിയുള്ള സമൂഹം, ആത്മീയ ബോധമുള്ള സമൂഹം, ആത്മീയ ദർശനമുള്ള സമൂഹം, വേദപുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ, വേദപുസ്തകത്തിൻ്റെ സന്ദേശത്തിൽ എന്താണ് ക്രൈസ്തവഗതയുടെ ചരിത്രം, എന്താണ് ദൈവികമായ ഇടപെടൽ എന്ന് തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലാണ് എന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. രോഗാതുരമായ യുദ്ധമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇവിടെ തരുന്നത്. ഇവിടെ അടിമയായി പിടിക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള പരാമർശം ഇത് ദൈവവചനമാണ്. ഇതൊരു കഥയായിട്ട്, നോവലായിട്ട് കാണുന്നില്ല. ദൈവവചനത്തിലെല്ലാം എഴുതിയത് ഒരു ദൈവിക പദ്ധതിയുടെ ഫലമാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടും ദൈവാത്മാവിൽ പ്രേരിതരായ ആളുകൾ രചിക്കപ്പെട്ടതാണെന്നും അതെന്നും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണെന്നും കരുതുന്ന മാർത്തോമാ CSI വിശ്വാസി സമൂഹമേ, അതുകൊണ്ട് ഇങ്ങനെ ഞാൻ വ്യാഖ്യാനിക്കുമ്പോൾ പന്തികേടുണ്ടെന്ന് ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണല്ലോ വേദപുസ്തകം ഇന്ന് ലക്ഷോപലക്ഷം വ്യാഖ്യാനങ്ങളുള്ളത്. അതുകൊണ്ട് ഈ രാത്രി ഈ 1-ാം ഭാഗത്തു നിന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അല്ലോ രാജാവേ, നീ എന്തിനാ നിന്റെ വസ്ത്രം കീറിക്കളയുന്നത്? നീ എന്താ നിന്റെ വസ്ത്രം കീറിക്കളയുന്നത്? നമുക്ക് പശ്ചാത്തലം അറിയാം. നയമാൻ സേനാധിപനാണ്. അരാൻ രാജാവ് പറഞ്ഞു, ഇന്നടത്ത് ചെല്ല്, ഞാൻ രാജാവിനൊരു എഴുത്തു തരാം. ആ എഴുത്തുമായി വന്ന് രാജാവിനെ സമീപിച്ചപ്പോൾ
നിസ്സഹായന രാജാവ് അന്തം വിട്ട് തൻ്റെ വസ്ത്രം കീറി തൻ്റെ ക്രോധം വെളിപ്പെടുത്തുകയാണ്. ഇന്ന് നിസ്സഹായരായ ഭരണസംഘം, നിസ്സഹായരായിട്ടുള്ള ക്രമങ്ങൾ, നിസ്സഹായരായിട്ടുള്ള ആളുകൾ, നേതൃത്വങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ന് ലോകം നിൽക്കുന്നത്. വി ആർ ഹെൽപ്ലെസ്, വി കാൻ ഡു എനിത്തിങ് എന്നുള്ള വളരെ വളരെ സങ്കടകരമായ സ്ഥിതിയാണ് ഇന്ന് വിശ്വാസ സമൂഹം അഭിമുഖീകരിക്കുന്നത്. ഇവിടെ രാജാവ് പറയുന്നു, ഞാൻ എന്ത് ചെയ്യണം? വസ്ത്രം കീറി ക്രോധം വെളിപ്പെടുത്തി. എന്നിട്ട് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രസക്തമായിട്ടുള്ളത്. ഇതൊരു യുദ്ധത്തിനുള്ള പുറപ്പാടാണ്, ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടാണ് എന്ന് പറയുന്ന രാജാവിനെ കുറിച്ചാണ്. എന്നാൽ ഇവിടെ ഇതാ ആ വസ്ത്രം കീറിയ രാജാവിനോട് പറയുകയാണ്, നീ എന്തിനാണ് വസ്ത്രം കീറുന്നത്? അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രയേലിൽ ഒരു പ്രവാചകനുണ്ട് എന്ന് അവൻ അറിയും എന്ന് പറയിച്ചു. രാജാവ് വസ്ത്രം കീറി പരിഭ്രാന്തനായപ്പോൾ ലോകത്തിൻ്റെ മാറ്റങ്ങളിൽ, ലോകത്തിൻ്റെ കുത്തിയൊഴുക്കുകളിൽ, ക്രമരഹിതമായ ലോകത്തിൽ, സമൂഹത്തിൽ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അസംഭവികമായ പലതും സംഭവിക്കുമ്പോൾ, സംഭവിച്ചുകൂടാത്തത് പലതും സംഭവിക്കുമ്പോൾ പരിഭ്രാന്തനായിരിക്കുന്ന രാജാവിനോട് പറയുന്നു, അവനെ എൻ്റെ അടുക്കലായിക്ക്, എൻ്റെ അടുക്കലായിക്ക്. അവൻ മനസ്സിലാക്കട്ടെ, ചില സത്യങ്ങൾ അവൻ മനസ്സിലാക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഈ രാത്രി വിശ്വാസ സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദ്യപ്പെടുന്നത്. നിസ്സഹായരായി അന്തം വിട്ടു നിൽക്കുന്ന, പരിഭ്രാന്തരായി നിൽക്കുന്ന ഒരു സമൂഹത്തോട് ഒരു രാജാവ് ഒരു സമൂഹത്തെ പ്രതികരിക്കുന്നെങ്കിൽ, ഒരു സമൂഹത്തോട് എൻ്റെ അടുക്കലായിക്കുവീൻ, ഞാൻ അവന് വെളിപ്പെടുത്തി കൊടുക്കാം എന്ന ചില ചുണ്ടുബലകൾ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഈ രാത്രി നാം മനസ്സിലാക്കേണ്ട ഒരു പരമപ്രധാനമായ സത്യം ഇതാണ്. ആര് ആർജവത്തോടുകൂടി, ആത്മീക ദൃഢതയോടുകൂടി, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആർക്ക് ഈ സമൂഹത്തിൽ പറയാം, എൻ്റെ അടുക്കൽ വരട്ടെ, ദൈവികമായ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതായ ഒരു ശബ്ദം കേൾക്കുവാൻ ഇന്ന് ലോകം ആഗ്രഹിക്കുകയാണ്. കേരള സമൂഹം ആഗ്രഹിക്കുകയാണ്. കേരള സമൂഹം ആഗ്രഹിക്കുകയാണ് ഇങ്ങനെയുള്ളൊരു ശബ്ദങ്ങൾ കേൾക്കുവാൻ. ശബ്ദമലിനീകരണമായിരിക്കുന്ന, ശബ്ദങ്ങളുടെ ഘോരമായിരിക്കുന്ന, ശബ്ദങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന, ശബ്ദങ്ങൾ അർത്ഥശൂന്യമായിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതാ വേറിട്ടൊരു ശബ്ദം, അവൻ എൻ്റെ അടുക്കലായിക്ക്, ഇതാ അവന് ചിലത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട് എന്ന് അവൻ അറിയും എന്ന് പറയിച്ചു. യേശുക്രിസ്തു പ്രവാചകനും, യേശുക്രിസ്തു ഇടയനും, യേശുക്രിസ്തു പുരോഹിതനുമായിരുന്നു. ത്രിമാന സ്വഭാവമാണ് യേശുക്രിസ്തു വെളിപ്പെടുന്നത്. ഒരു പാസ്റ്റൽ, ഒരു പ്രീസ്റ്റ്ലിയൻ, ഒരു പ്രൊഫറ്റിക് ശക്തീകരണങ്ങളായിരുന്നു ആ ബേത്ലഹേമിൽ വെളിപ്പെട്ട നസ്രയനായ യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ വെറും പൗരോഹിത്യം കൊണ്ട്, അൾത്താരകൾ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സുവിശേഷകർ വർദ്ധിക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. വെറും പൂജാരികളായി തീരാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. പൂജാരികൾക്കപ്പുറമായി ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നൈർമല്യം പകർത്തുന്ന ഇടയന്മാരുടെ ആവശ്യം ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. അതിനപ്പുറമായി, നാഥാനെ നീയാണ് ആ മനുഷ്യൻ എന്ന് പറയുവാൻ ആർജവമുള്ള പ്രവാചകന്മാരുണ്ടാകേണ്ടിയിരിക്കുന്നു. ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു, ഭക്തന്മാർ അറ്റുപോകുന്നു, പ്രവാചകന്മാർ അറ്റുപോകുന്നു, പുരോഹിതന്മാർ അറ്റുപോകുന്നു, ഇടയന്മാർ അറ്റുപോകുന്നു. പ്രവാചക പുസ്തകത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, ഇടയന്മാരെ കുറിച്ചുള്ള വിവരണങ്ങളിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് ഇതാ ഇവിടെ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന്റെ അടുക്കലേക്ക് വാ, ആ പ്രവാചകന്റെ അടുക്കലേക്ക് അയക്ക് എന്ന് പറയുന്ന ഒരു സന്ദർഭം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ചില ചുണ്ടുബലകളില്ലാതായി പോകുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ
ഇങ്ങനെയുള്ള ചില വഴിവിളക്കുകൾ ഇല്ലാതായി പോകുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചുമടുതാമികളായിട്ടുള്ള ചുമടുതാങ്ങികൾ, പണ്ട് അയിരൂർ വരുമ്പോൾ വഴിവക്കുകളിൽ വലിയ കല്ലും 2 തൂണുകല്ലും വെച്ച് ചുമടുതാങ്ങികൾ ഉണ്ടായിരുന്നു. നടയാത്രക്കാരൻ അവൻ്റെ തലയിലെ ഭാരമിറക്കി വെക്കുവാൻ ചുമടുതാങ്ങികൾ ഉണ്ടായിരുന്നു. ഇന്ന് സമൂഹം തളർന്നു വരുമ്പോൾ, സമൂഹം വിവശരായി വരുമ്പോൾ, സമൂഹം ക്ഷീണിച്ചു വരുമ്പോൾ അവർക്ക് ചുമടിറക്കി വെക്കുവാൻ സ്ഥലമില്ല. ഒരു ചുമട് താങ്ങിയാകുവാൻ സഭയ്ക്ക് കഴിയാത്ത ഒരു സന്ദർഭത്തിലേക്ക് സഭ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, വിട്, അവന് ഞാൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. 2ാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. അതുകൊണ്ട് പ്രവാചകന്റെ അടുത്ത് ചെന്നു. 2ാമത്തെ വിഷയം ഒന്നുകൂടെ പറഞ്ഞാൽ, വീണ്ടും ഈ നയമാൻ വിചാരിച്ചു ഈ പുള്ളി അങ്ങോട്ട് ചെല്ലുമ്പോൾ എലീശാ ഇറങ്ങി വന്നിട്ട് ഇവനെ കൈവച്ച് പ്രാർത്ഥിച്ച് ഏതാണ്ടൊക്കെ ചെയ്യുമെന്ന്. ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ പറഞ്ഞു, ആണ്ടാ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിട്ട് പോകും നിനക്ക് ആവശ്യമെങ്കിൽ. ഇതും വളരെ ശ്രദ്ധേയമാണ്. നീ ആ യോർദാനിൽ പോയി 7 പ്രാവശ്യം, അവിടെ വെച്ചാ പറയുന്നത്, ഇവിടെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ എൻ്റെ നാട്ടിലെ നദികളിലെ വെള്ളം? വെള്ളം ഒരു വിഷയമാണ്, നദി ഒരു വിഷയമാണ്. പമ്പയാറിൻ്റെ തീരത്ത് നിന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത്. മലിനീകരിക്കപ്പെട്ട നദിയും മലിനീകരിക്കപ്പെട്ട വായുവും മലിനീകരിക്കപ്പെട്ട എല്ലാത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പാരിസ്ഥിതിക പ്രശ്നം ആലങ്കാരികതയ്ക്ക് വേണ്ടി പറയുകയല്ല, പാരിസ്ഥിതിക പ്രശ്നം തൊഴിലിനു വേണ്ടി പറയുകയല്ല. വേദപുസ്തകത്തിൽ മറഞ്ഞു കിടക്കുന്ന മർമ്മപ്രധാനമായൊരു സംഗതിയാണ് പാരിസ്ഥിതിക വിഷയം, പരിസ്ഥിതിയുടെ വിഷയം. സഭ ഏറ്റെടുക്കുന്നതിൽ സന്തോഷമുണ്ട്. സഭ ഏറ്റെടുക്കേണ്ട വിഷയമാണ്. നദിയിൽ പണ്ട് കുളിച്ചാൽ ആരോഗ്യമായിരുന്നു. ഞാൻ പടിഞ്ഞാറുകാരനാണ്. ഞാനൊരു ചെറുപ്പകാലത്ത് നദിയിൽ ആറ്റിച്ചാടി കുളിച്ചാൽ അത് ആരോഗ്യമാണ്. ഇരട്ടി ആരോഗ്യത്തോടു കൂടിയാണ് കയറി വരുന്നത്. ഇന്ന് ദൗർഭാഗ്യവശാൽ ഒരു നദിയിൽ ഇറങ്ങരുത്, നദിയിലിറങ്ങിയാൽ കുഷ്ഠവുമായിട്ട് കയറി വരും. അത്ര മലീനസമായ നദികളാണ്. 44 നദികളും വറ്റി ഉണങ്ങുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വെള്ളമെന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ലാതെ വരും, വായുവില്ലാതെ വരും, വായുവും വെള്ളവും വിലയ്ക്ക് വാങ്ങിക്കേണ്ടി വരും. എക്കോളജിക്കൽ ക്രൈസിസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ മുറ്റത്തായി കഴിഞ്ഞു. ഇത് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾക്ക് പുച്ഛമാണ്. അവരിപ്പോഴും കുളിക്കാൻ മണിക്കൂറുകളും അവരുടെ തോട്ടം നനയ്ക്കാൻ മണിക്കൂറുകളും ഇഷ്ടേന വെള്ളം ഉപയോഗിക്കുകയാണ്. പണമുള്ളത് കൊണ്ട് ഇതൊക്കെ നടക്കുന്നു. പണമില്ലാത്തവൻ വെള്ളം വാങ്ങാൻ ക്യൂ നിൽക്കുന്നു. വളരെ ദാരുണമായ ചിത്രം. അതുകൊണ്ട് ഇവിടെ ഒരു സംഗതമായ ഒരു വശം ഇവിടെയുണ്ട്. നിങ്ങളുടെ നദിയെക്കാട്ടിൽ എൻ്റെ നദിയെക്കാട്ടിൽ എന്നുള്ളതായ പ്രയോഗങ്ങളിലൊക്കെ ഒരു സൂചനയുണ്ട്. ഒരു സൂചന ഞാൻ കാണുകയാണ്. നദിയെക്കുറിച്ചുള്ളതായൊരു പരാമർശം ഇവിടെ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതിൻ്റെ അകത്തെ പ്രധാന വിഷയം അതല്ലെങ്കിലും ഇവിടെ നയമാനോട് പറയുന്ന ഒരു ശുദ്ധി ആവശ്യമാണ്. നീ വിചാരിക്കുന്ന കുഷ്ഠം, നീ വിചാരിക്കുന്ന ശരീരത്തിൻ്റെ നുറുക്കപ്പെടൽ, ഇഞ്ചിഞ്ചായി നീ മരിക്കുന്നത്, നീ ദിനം പ്രതി ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എത്ര പരാക്രമശാലിയാണെങ്കിലും എത്ര പ്രൗഢമാണെങ്കിലും എല്ലാം, ഞാൻ ആ വിഷയമെല്ലാം വിട്ടിട്ട, എല്ലാം ബാഹ്യമായിട്ട് പ്രൗഢമാണ്. ഒന്നും കുറവുള്ളതല്ല നമ്മുടെ ചുറ്റുപാടുകളിൽ. ഒരു സഭയുടെയും ഒരു കാര്യങ്ങൾക്കും ക്ഷീണമില്ല. എല്ലാം വളരെ ഗംഭീരമാണ്, എല്ലാം പ്രൗഢമാണ്, എല്ലാം പരാക്രമശാലികളാണ്, എല്ലാം വിജയങ്ങൾ കൊയ്യുന്നവരാണ്. എന്നാൽ ആ ഭക്തനായ പ്രവാചകൻ പറഞ്ഞു, നീ ശുദ്ധനാകണം, നീ ശുദ്ധനാകണം. നീ ശുദ്ധനാകുന്നതാണ് നിന്റെ കുഷ്ഠം മാറാനുള്ള മുഖാന്തരം. അതുകൊണ്ട് സിംബോളിക്കായിട്ട് പറഞ്ഞു, നീ ആ യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം നീ മുങ്ങി, എന്നാൽ മാത്രമേ നിനക്ക് ശുദ്ധി ഉണ്ടാകുകയുള്ളൂ, ശുദ്ധി ലഭിക്കുകയുള്ളൂ. അവിടുന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഒരു ശുദ്ധിയുടെ ആവശ്യകത ഇത് സമൂഹത്തിൽ ഇന്ന് ആവശ്യമായിരിക്കുന്നു. ഒരു വിശുദ്ധിയുടെ ആവശ്യകത ഇന്ന് വളരെ ശക്തമായിരിക്കുന്നു. ഞാൻ ആ ഭാഗം അങ്ങനെ പറയുന്നു. വിശുദ്ധിയും അവിശുദ്ധിയും തമ്മിൽ കെട്ടുപിണയുന്ന ഒരു കാലഘട്ടമാണ്. വിശുദ്ധിയും അവിശുദ്ധിയും തമ്മിൽ അവിഹിതമായി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് നയമാനോട് പറഞ്ഞത്, പ്രവാചകൻ പറയുകയാണ്, നീ ആ നദിയിൽ പോയി മുങ്ങണം. നദിയിൽ മുങ്ങുന്നത്
ശുദ്ധി വരാനായിട്ടുള്ള രണ്ട് തലത്തിലെടുക്കണം. നമ്മൾ നദി എപ്പോഴും ഒരു ജീവൻ്റെ പ്രവാഹമാണ്. നദി എപ്പോഴും ഒരു ശുദ്ധീകരണത്തിൻ്റെ പ്രതീകമാണ്. വെള്ളം എപ്പോഴും ഒരു ശുദ്ധീകരണത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് ആ പ്രതീകത്തെ നമ്മുടെ വിശ്വാസവുമായിട്ട് ചേർത്ത് വായിക്കണം. അല്ല നദിയായിട്ട് മാത്രം കണ്ടാൽ പോരാ. നമ്മുടെ വിശ്വാസവുമായിട്ടും നമ്മുടെ ആചാരങ്ങളുമായി അനുഷ്ഠാനങ്ങളുമായി ഈ പ്രതീകത്തെ ചേർത്ത് വായിക്കുമ്പോഴേ അർത്ഥമുള്ളൂ. അതല്ലേ സ്നാനത്തിൽ പറയുന്ന, ബപ്തീസ്മയിൽ പറയുന്നത്, മുങ്ങി എഴുന്നേൽക്കുന്നു, വെള്ളത്തിൽ മുങ്ങി എന്ന് പറയുമ്പോൾ ഒരു ശുദ്ധിയുടെ പ്രക്രിയയെക്കുറിച്ചാണ്, ഒരു പുതിയ ജനനത്തെക്കുറിച്ചുള്ള ചിത്രീകരണമാണ്. അതുകൊണ്ട് ഇന്ന് സമൂഹത്തിന് ആവശ്യം ഒരു ശുദ്ധീകരണത്തിലൂടെ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള മടങ്ങി വരവ് ആവശ്യമാണ്. ഇന്ന് രാത്രി രണ്ടാമത് ഓർപ്പിക്കുവാനായിട്ടുള്ളതാണ്. ഒരു ശുദ്ധീകരണത്തിലൂടെ ഒരു പുതുജീവിതത്തിലേക്ക്, ഒരു പുതിയ ക്രമത്തിലേക്ക് മടങ്ങി വരുവാനായിട്ടിടയാകണം. അതിൻ്റെ സാന്ദർഭികമായിട്ട് മാത്രമേ ഞാൻ പാരിസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞുള്ളൂ. നമ്മുടെ ശുദ്ധീകരണം ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും ഉണ്ടാകുമ്പോൾ നദി ശുദ്ധമാകും, നമ്മുടെ ചുറ്റുപാടുകൾ ശുദ്ധമാകും, നമ്മുടെ പച്ചലലാദികൾ ശുദ്ധമാകും, നമ്മുടെ വനങ്ങൾ ശുദ്ധമാകും. അതുകൊണ്ട് സംശയിച്ചിട്ട് കാര്യമില്ല. ഇത് കാലഘട്ടത്തിൽ പ്രവാചകനിലൂടെ കാലത്തോട് അറിയിക്കുകയാണ്. കാലത്തോട് അറിയിക്കുന്നതായിട്ടുള്ളൊരു സംഭവമായിട്ട് മാത്രം കാണുക. അതുകൊണ്ട് ഈ ഭാഗവും ഞാൻ അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഒരു ശുദ്ധിയുടെ, ഒരു വിശുദ്ധീകരണത്തിൻ്റെ ആവശ്യകത ഇന്ന് ആവശ്യമായിരിക്കുന്നു. ഒരു വിശുദ്ധീകരണത്തിൻ്റെ അനുഭവം ഇന്ന് ആവശ്യമായിരിക്കുന്നു. ഞാനതൊക്കെ വിശദീകരിക്കാത്തത്, എന്ത് വിശദീകരിച്ചാലും കൂട്ടിവട്ടി വളയ്ക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അതേക്കുറിച്ച് അത്രയും പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതേസമയം നേരിട്ട് ആരോട് വേണേലും എന്തിനും പറയാം. കാരണം ഇപ്പോൾ ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന കാര്യങ്ങൾ പലതായി കേൾക്കുന്ന ആളുകളാണ്, പലതായി ചിത്രീകരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ രാത്രി വിശുദ്ധി ആവശ്യമാണ് എന്ന് പറയുന്നതിന് രണ്ട് പക്ഷമില്ല. അതുകൊണ്ട് ഇഞ്ചിഞ്ചായി മരിക്കുന്ന കുഷ്ഠത്തിൽ നിന്ന് നിനക്ക് വിടുതൽ വേണോ, നീ അനുസരിക്കാൻ തയ്യാറാകണം. അനുസരണം ആദ്യം മുതലുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ കേൾക്കുന്നതാണ്. അനുസരിക്കുക. അവിടെ അതല്ലേ പറഞ്ഞത്, ഈ ചെടികളും വൃക്ഷങ്ങളും ഒക്കെ നോക്കണം, നീ അരുതെന്ന് പറയുന്നത് ചെയ്യരുത്. ഈ ഭൂമിയെയും ഭൂബലത്തെയൊക്കെ നിനക്ക് ചില പരിധികളുണ്ട്. അതുകൊണ്ട് ഇവിടെയും ചില പരിധികൾ, ചില നിർദ്ദേശങ്ങൾ ഈ ഭാഗത്ത് വേണമെങ്കിൽ ചേർത്ത് വായിക്കാം, നമ്മുടെ ആലോചനയിൽ കൊണ്ടുപോകാനായിട്ട് കഴിയും. അതുകൊണ്ടൊരു വിശുദ്ധിയുടെ അവസ്ഥ എന്ന് പറയുന്നത്, വിശുദ്ധി എന്ന് പറയുന്നതും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ വിശുദ്ധിയെക്കുറിച്ചൊക്കെ ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ വിഷയമല്ല. അങ്ങനെ വിശുദ്ധിയെക്കുറിച്ച് വളരെ പ്രാഥമികമായി ചെറിയ തലത്തിൽ കാണുന്ന ഒരു ക്രമം ആണ് ഇന്ന് ഒത്തിരി ഉള്ളത്. വിശുദ്ധി അതല്ല. അശുദ്ധമായിരിക്കുന്നു എന്ന് ബോധമുള്ള എല്ലാത്തിനോടുമുള്ള എൻ്റെ നിരന്തരമായിട്ടുള്ള പോരാട്ടമാണ്, എൻ്റെ നിരന്തരമായ പോരാട്ടമാണ്. അശുദ്ധിയുടെ ഘടനകളോടുള്ള എൻ്റെ നിരന്തരമായ ജീവിത പോരാട്ടമാണ് വിശുദ്ധി. അല്ലാതെ അവിശുദ്ധിയോടുള്ള നിസ്സംഗതയല്ല വിശുദ്ധി എന്ന് ലളിതമായി മനസ്സിലാക്കണം. ഞാൻ മദ്യപിക്കുന്നില്ല എന്നുള്ളതല്ല എൻ്റെ വിശുദ്ധി. ഒരു മദ്യസംസ്കാരത്തോടുള്ള എൻ്റെ ക്രമവും എൻ്റെ ആഭിമുഖ്യവും എൻ്റെ ദൃഢതയും എൻ്റെ ശക്തീകരണങ്ങളുമാണ് എൻ്റെ വിശുദ്ധിയുടെ ഉരകല്ല് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സ്വർണമായിരിക്കുന്ന ഇരിപ്പിലല്ല അതിൻ്റെ സ്വർണത്തെ നിശ്ചയിക്കുന്നത്. അത് കല്ലിൽ വെച്ച് ഉരയ്ക്കുമ്പോൾ മാത്രമേ അതിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് ബോധ്യമാകുകയുള്ളൂ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വന്ന ഒരു പന്തികേടാണ്. അതുകൊണ്ട് ഈ രാത്രി നയമാനോട് പറഞ്ഞു, നീ ഈ യോർദാനിൽ മുങ്ങി നീ 7 പ്രാവശ്യം മുങ്ങുന്നെങ്കിൽ നീ ശുദ്ധിമാനായി തീരും, നീ ശുദ്ധിയോടുകൂടെ പോകും, നീ ഒരു പുതിയ സൃഷ്ടി, ഒരു പൈതലിനെ പോലെ, ഒരു മകനെ, ഒരു കുഞ്ഞിനെ പോലെ നിന്റെ ശരീരമായി തീരും. ഒരു പുതിയ ജനനത്തെക്കുറിച്ചുള്ള ആഹ്വാനമാണ്, ഒരു പുതിയ ജനനത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ചിന്തയിൽ
ആ ഒരു ബോധ്യത്തോടു കൂടി വേണം നമ്മൾ യോഗങ്ങളിൽ പങ്കെടുക്കാനായിട്ട്. നമുക്ക് ചില ആവശ്യങ്ങൾ സാധിക്കുന്ന ഇടമായി ഒരിക്കലും ദൈവസാന്നിധ്യത്തെ അധപ്പതിപ്പിക്കരുത്. നമ്മുടെ ആവശ്യങ്ങൾ നേടുന്ന ഒരു ഇടമായി ദൈവസാന്നിധ്യത്തെ ഒരിക്കലും അധപ്പതിപ്പിക്കരുത്. നമ്മുടെ കാര്യസാധ്യങ്ങളെ നേടുന്നതിന് വേണ്ടിയുള്ള ഇടങ്ങളായി, സ്ഥലങ്ങളായി ദൈവസാന്നിധ്യത്തെ ഒരിക്കലും അധപ്പതിപ്പിക്കരുത് എന്ന് ഈ സംഭവത്തിലൂടെ പറയുകയാണ്. നിനക്കെന്താ ഇറങ്ങി വന്നെന്നെ തൊട്ട് സൗഖ്യമാക്കി ഞാൻ കൊണ്ടുവന്ന കാഴ്ചകളൊക്കെ വാങ്ങിച്ച് അവസാനിപ്പിച്ച് കൂടെ, എന്തിനാ കൂടുതൽ എന്നെ ഉപദേശിക്കാനായിട്ട് വരുന്നത്? അതുകൊണ്ട് മൂന്നാം ഭാഗത്തേക്ക് വരികയാണ്. മൂന്നാം ഭാഗം പ്രവാചകൻ തൻ്റെ ശിഷ്യനായ ഗേഹസിയോട് ചോദിക്കുന്നതാണ്. ഗേഹസിയോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഭാഗമാണ് ഞാൻ വായിച്ചത്. ഇതാകുന്നുവോ സമയം? ഇപ്പോഴാണോ സമയം? ആ സംഭവം നമുക്കറിയാം. നയമാൻ സൗഖ്യം പ്രാപിച്ചു. നയമാൻ എലിശായിക്ക് സമ്മാനം കൊടുക്കാൻ വന്നു. സമ്മാനമൊക്കെ ഉപേക്ഷിച്ചു. സമ്മാനം വാങ്ങാനല്ല, എനിക്ക് നിന്നെ ആ വിഷയം അറിയണ്ട, കാണണ്ട, നീ പൊക്കൂ. എന്നാൽ പ്രവാചകന്റെ ദാസനായ ഗേഹസി ചിന്തിക്കുന്നു, എൻ്റെ യജമാനൻ എൻ്റെ മണ്ടന, എൻ്റെ യജമാനൻ എന്താ ഇത്ര അറിവുകേട് കാണിച്ചത്? ആ നയമാൻ ചുമട് കൊണ്ടുവന്നത്, ഇത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഈ സമ്മാനങ്ങൾ വാങ്ങിച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൂടായിരുന്നോ? അതുകൊണ്ട് ഗേഹസി വിചാരിച്ചു, യജമാനൻ അറിയാതെ അവൻ്റെ പിറകെ പോയി സമ്മാനം വാങ്ങിക്കാൻ പിറകെ പോകുന്ന ഒരു ദൈവദാസനെയാണ് അവിടെ കാണുന്നത്. അല്ലെ, ദൈവദാസന്റെ ദാസനായ ദാസനെയാണ് കാണുന്നത്. ഇവിടെയാണ് ചോദ്യം ഉയർന്നത്, ഇതാകുന്നുവോ സമയം? ആ ചോദ്യത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കുന്നത്. എന്താ സമയം? കാലത്തെയും സമയത്തെയും വിവേചിക്കാൻ വിശ്വാസ സമൂഹം തയ്യാറാകണം. കാലത്തെയും സമയത്തെയും വിവേചിക്കാൻ സഭ തയ്യാറാകണം. സമയത്തെക്കുറിച്ച് ബോധവാന്മാരാകണം. ഇവിടെ വാങ്ങിച്ചതോ പോയതോ ഒന്നുമല്ല പ്രവാചകൻ ഉയർത്തുന്ന ചോദ്യം. നീ തോട്ടവും ഈ ഒലിവും ഈ പണവും ഒക്കെ സമ്പാദിക്കാൻ ഇതാകുന്നുവോ സമയം? ഇതല്ല എന്നുള്ളതാണ് അതിൻ്റെ ധ്വനി. അതുകൊണ്ട് സഭയെ സംബന്ധിച്ചും വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചും ഓർത്തിരിക്കേണ്ടത്, എന്തിനാണ് ഈ സമയം? ഈ സമയം എന്തിനു വേണ്ടിയാണ്? കർത്താവ് ഗത്സമനയിൽ പൊരുന്നതിന് മുമ്പ് പറഞ്ഞു, എൻ്റെ നാഴിക വന്നിരിക്കുന്നു, എൻ്റെ സമയം വന്നിരിക്കുന്നു. സുവിശേഷങ്ങളിൽ വളരെ ശക്തമായി കാണാം. ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ സമയം വന്നിരിക്കുന്നു. 3.5 വർഷത്തെ തന്നെ പ്രേക്ഷിത ശുശ്രൂഷയിൽ നിന്നൊക്കെ മാറി യേശു തമ്പുരാൻ പറയുകയാണ്, എൻ്റെ സമയം വന്നിരിക്കുന്നു, എൻ്റെ സമയം ഇതിനാണ്. എന്തിനാണ്? പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്താകുന്നത് അത് ഏറ്റെടുക്കുവാനായി ഇതാ ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി അന്ത്യത്താഴം ഒരുക്കി ഇതാ യാത്ര തിരിക്കുകയാണ്. അതുകൊണ്ട് സഭ കാലത്തെ വിവേചിക്കുകയും കാലത്തിൻ്റെ ചുവരെഴുത്തുകളെ കാണുകയും കാലത്തിൻ്റെ ഒച്ച കാണുകയും ഒച്ച കേൾക്കുകയും ചെയ്യുമ്പോൾ സഭ തടകുടഞ്ഞെഴുന്നേറ്റ് എന്തായിരിക്കണം ഈ സമയത്ത് കരണീയമായിട്ടുള്ളത്? എന്തായിരിക്കണം ഈ സമയത്ത് കരണീയമായിട്ടുള്ളത്? ഗേഹസി, നീ ചെയ്തത് തെറ്റാണ്, നീ അരുതാത്തത് ചെയ്തു. ആ നയമാൻ ഇവിടെ വന്നു, അവൻ എൻ്റെ അടുക്കൽ ആവശ്യം പറഞ്ഞു, ഞാൻ ദൈവത്തിൽ ഭരമേൽപ്പിച്ചു. അവൻ ആ നദിയിൽ കുളിച്ച് സൗഖ്യം പ്രാപിച്ചു പോയി. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു കട്ട മണ്ണുമായിട്ടും പോയി. ഇതെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ നീ അവൻ്റെ പിറകെ പോയി. ആ സമ്മാനം വാങ്ങിക്കാനുള്ള സമയം ഇതല്ലായിരുന്നു. ദൈവത്തിൻ്റെ നാം ഉയർത്തപ്പെടേണ്ട സമയത്ത് നീ ഭൗതികവൽക്കരിച്ചു ആത്മീയതയെ. നീ ആത്മീയതയെ ഭൗതികവൽക്കരിച്ചു. ദൈവകൃപയെ നീ ഭൗതികവൽക്കരിച്ചു. ദൈവത്തിൻ്റെ ഇടപെടലിനെ നീ ഭൗതികവൽക്കരിച്ചു. ദൈവത്തിൻ്റെ ഇടപെടലിനെ നീ കച്ചവടമായി മാറ്റി. അതിലെ അവിടെ നടന്നത് ദൈവത്തിൻ്റെ ഇടപെടലിനെ അവൻ കച്ചവടമാക്കാനേ ഗേഹസിക്ക് കഴിഞ്ഞു. ഗേഹസിക്ക് കഴിഞ്ഞത് അത് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഇടപെടലിനെ ഒരു സമ്മാനം വാങ്ങിക്കലിൻ്റെ ഒരു നിലയിലെത്തിക്കാനായിട്ട് പ്രസംഗിയാർ പറഞ്ഞു, എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന്. വിവാഹം കഴിക്കാൻ സമയം, ഉറങ്ങാൻ സമയം,
നടക്കാൻ സമയം. പ്രസംഗിയാർ വളരെ മനോഹരമായിട്ട് സഭാപ്രസംഗി പറയുന്നുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. അവിടെയും പ്രസംഗിയാർ വളരെ കഠിനമായൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, കോഴ ജ്ഞാനിയെ പൊട്ടനാക്കുന്നു, ജ്ഞാനിയെ പൊട്ടനാക്കുന്നു. സമയം തെറ്റിയുള്ള കാര്യങ്ങൾ അവനെ പൊട്ടനാക്കും. സമയം തെറ്റിയുള്ള ഇടപെടൽ അവനെ കുഷ്ഠരോഗിയാക്കും. സമയം തെറ്റിയുള്ള ഇടപെടൽ നിന്നെയും എന്നെയും നശിപ്പിക്കും. സമയം തെറ്റിയുള്ള ഇടപെടലും പ്രവർത്തനങ്ങളും, അത് വിദ്യാഭ്യാസമാണേലും 3-ാം വയസ്സിൽ 2.5 വയസ്സാകുമ്പോഴേ ഈ വാക്യം പഠിപ്പിക്കുന്നതിന് മുമ്പ് എയും ബിയും പഠിപ്പിക്കാൻ പോകുന്നതാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ പറ്റിയ ഏറ്റവും വലിയ പരാജയം. കുറച്ച് അമ്മമാരും അപ്പന്മാരും ഉണ്ട്, കേൾക്കണം. ഇന്ന് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന് ഒരു പ്രാധാന്യവുമില്ല. കുറെ മാർക്ക് മേടിക്കുക, സമ്മാനം മേടിക്കാനുള്ള മത്സരവും നെട്ടോട്ടമാണ് സൺഡേ സ്കൂളുകളിലെല്ലാം നടക്കുന്നത്. ഞങ്ങളുടെ സഭയിലെ കാര്യം എനിക്കറിയത്തില്ല. വേദപുസ്തകം പഠിപ്പിക്കുവാൻ, ദൈവവചനം പഠിപ്പിക്കുവാൻ ചില കാലങ്ങളുണ്ട്, ചില സമയങ്ങളുണ്ട്. അവൻ്റെ കുഞ്ഞിനെ വിളിച്ചു വരുത്തി, യേശുവേ അപ്പച്ച ഞങ്ങളുടെ മമ്മിയെ രക്ഷിക്കണേ, അപ്പച്ചനെ രക്ഷിക്കണേ, ഇത്രയും പഠിപ്പിച്ചാൽ മതിയായിരുന്നു. യഹോവയുടെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ട്, അത്രയും പഠിപ്പിച്ചാൽ മതി. അപ്പച്ച ദൈവം അപ്പച്ച, യേശു അപ്പച്ച ഞങ്ങൾക്കൊരു ഉടുപ്പ് തരണേ. വളരെ സിമ്പിളായിരുന്നു. ഇന്ന് അതിന് നേരമില്ലാത്ത മാതാപിതാക്കൾ തലമുറയെ എഴുതിത്തള്ളുകയാണ്. സമയം തെറ്റിയുള്ള ഇടപെടലാണ്, സമയത്തെ ഗ്രഹിക്കാതുള്ള ഇടപെടലാണ്. അതെല്ലായിടത്തും ബാധിച്ചിരിക്കുന്നു. വിവാഹത്തിൻ്റെ സമയങ്ങൾ, വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവരുടെ സമയം, തലമുറകളില്ലാത്ത സമയം, ഇതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. രാത്രി എല്ലാം കണക്കൂട്ട് തെറ്റുന്നു. ആ ദൈവഭക്തനായ പ്രവാചകൻ അറിയാൻ വയ്യ സമയം. വേലക്കാരനായ ഗേഹസി പറയുകയാണ്, എനിക്കറിയാം സമയം. അതുകൊണ്ടാണ് പ്രവാചകൻ ചോദിക്കുന്നത്, ഗേഹസിയെ ഇതാകുന്നു സമയം, ഇതാകുന്നു സമയം. ഇതൊക്കെ ചെയ്യാനുള്ള സമയം ഇതാണോ? അതുകൊണ്ട് നമ്മുടെ സമൂഹം ചില കാര്യങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കണം. ഞാൻ അങ്ങിങ്ങായി ചിലത് പരാമർശിച്ചതേ ഉള്ളൂ. ഏറ്റവും അടിസ്ഥാന പ്രശ്നമാണ് ദൈവവചനത്തിൽ നകലുന്ന തലമുറയുടെ സംഗതി. ഇന്ന് ഏറ്റവും അടിസ്ഥാനം അതാ. നമ്മളെല്ലാം ഉണർന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ടർക്കിയിൽ കൊന്നൊടുക്കിയെന്നോ, പൂർവേഷ്യയിൽ കൊന്നൊടുക്കിയെന്നോ, ഭാരതത്തിൽ പള്ളി പൊളിച്ചെന്നോ. ഇന്നലെ ഒരു സ്ഥലത്ത് വലിയ റൂട്ട് മാർച്ചായിരുന്നു, കൺവെൻഷൻ നടത്താനൊക്കത്തില്ല. ഇതൊക്കെ നടക്കട്ടെ, ഇതെല്ലാം സംഭവിക്കട്ടെ. സമയത്തെ വിവേചിക്കുക. ഇപ്പോഴല്ല സമ്മാനത്തിന് വേണ്ടി നടക്കേണ്ടത്, ഇപ്പോഴല്ല സമ്മാനത്തിന് വേണ്ടി നടക്കേണ്ടത്. അതുകൊണ്ട് ഗേഹസി ഇതാ കുഷ്ഠത്തിന് പാത്രമാകും, നിർജീവതയിലേക്ക് പ്രവേശിക്കേണ്ടി വരും, ജീർണതയിലേക്ക് പ്രവേശിക്കേണ്ടി വരും. ജീർണിതമായ ഒരു സമൂഹമാണ് ഞാൻ ആദ്യം തുടങ്ങിയതാ. ആ രോഗാതുരമായ സമൂഹം ജീർണിതമായ സമൂഹമാണ്. അതിന് നമുക്കെന്താ ഒരു അസ്വസ്ഥതയില്ലാത്തത്? നമ്മളെന്താ ഡിസ്റ്റർബ് ചെയ്യാത്തത്? ഡിവോഴ്സ് റേറ്റ് ഹയസ്റ്റ് ഇൻ കേരള, സൂയിസൈഡ് റേറ്റ് ഹയസ്റ്റ് ഇൻ കേരള, കറപ്ഷൻ ഹയസ്റ്റ് ഇൻ കേരള. എല്ലാം ടോപ്പാ, എല്ലാം ഫസ്റ്റ് റാങ്കാ. പിന്നെന്താ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകാത്തത്? നമുക്കെന്താ അല്പം ഒരു ഇളക്കമില്ലാത്തത്? അതോ ഇങ്ങനെയൊക്കെ ഓടിച്ചു പോകാമെന്നോ? അതൊക്കെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടോ? നമുക്കെന്തുകൊണ്ടാണ് ഒരാത്മഭാരമില്ലാത്തത്? ഒരാത്മഭാരത്തോടുകൂടി എന്താണ് കാര്യങ്ങളെ വിവേചിക്കാത്തത്, കാര്യങ്ങളെ കാണാത്തത്, കാര്യങ്ങളെ ചെയ്യാത്തത്? മറിച്ചെന്താ ചെയ്യുന്നത്? എല്ലാം ബാഹ്യമായി ക്രമപ്പെടുത്തുകയാണ്. എല്ലാം ബാഹ്യമായി ക്രമപ്പെടുത്തുക. നമുക്ക് നിലപാടുകൾ എടുക്കുന്നതിന് പകരം നമ്മൾ അതിനെ പറ്റുചേരുകയാണ്. സൂയിസൈഡിൽ അടക്കരുതെന്ന് സഭ ഒരു കാലത്ത് വിചാരിച്ചു. ഇപ്പോൾ അതിന് ആരാധനയായി, ഇപ്പോൾ ബാൻഡ് സെറ്റായി, ഇപ്പോൾ ഗംഭീരമായി. ഡിവോഴ്സ് പണ്ട് കല്യാണം കഴിപ്പിക്കാൻ പ്രയാസമായിരുന്നു. ഇന്ന് മെത്രാന്മാരായ ഞങ്ങൾ പോയി കല്യാണം കഴിപ്പിക്കുന്നു. എന്തൊരു ദാരുണമാ! എന്താണ് പൗലോസപ്പോസ്തലൻ? ലജ്ജയായതിൽ മാനമാകുന്നു, ലജ്ജയായതിൽ മാനമാകുന്നു. ക്രമങ്ങൾ തെറ്റപ്പോൾ ക്രമം കെട്ടതിനോട് പറ്റുചേരുന്ന ആത്മീയത വളരുന്നു. ക്രമം കെട്ടതിനോട് പറ്റുചേരുന്ന ആത്മീയത വളരുന്നു.
ക്രമം കെട്ടതിനെ ക്രമപ്പെടുത്തുന്ന ദൈവിക ഇടപെടലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം മുതൽ ആദ്യത്തെ അധ്യായം മുതൽ കാണുന്നത് ദൈവം ക്രമം കെട്ടതിനെ ക്രമപ്പെടുത്തുന്ന ദൈവമായിരുന്നു. ആ ക്രമപ്പെടുത്തലാണ് ഒരു നിത്യതയുടെ ദർശനം. അത് നമ്മൾ മറന്നുപോകും. അവിടുന്ന് രാത്രി ഈ 3 ചോദ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മളൊരു പുനർചിന്തനത്തിന് തയ്യാറാകണം. നമുക്കൊരു പുനർവിചിന്തനം ആവശ്യമാണ്. അതൊരു സഭ എന്നുള്ളതല്ല. എൻ്റെ ഭാഷ്യത്തിൽ സഭ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ആ ശരീരത്തിൻ്റെ വെളിപ്പാടുകളാണ് ഇന്ന് ആവശ്യം. ആ ശരീരത്തിൻ്റെ വെളിപ്പെടലുകളാണ് ഈ ഭാരതം ഇന്ന് ആഗ്രഹിക്കുന്നത്. ഈ ഭാരതത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വെളിപ്പെടലാണ്. ക്രിസ്തു ശരീരമായ സഭയുടെ വെളിപ്പെടലുകളാണ് ആരംഭിക്കുന്നത്. ഞാൻ എവിടെയോ സൂചിപ്പിച്ചതുപോലെ തല ക്രിസ്തുവായിരിക്കുന്ന ശരീരമാണ് സഭയെങ്കിൽ ഇന്ന് തലയില്ലാത്ത ഉടലുകളാണ്. ഉടലുകളുടെ ചീഞ്ഞഴുകുന്ന ഉടലുകളുടെ കൂട്ടമായി പോകുന്നു ആൾക്കൂട്ടങ്ങൾ. ഉടലുകൾ മാത്രം അവശേഷിക്കുന്നു. തലയില്ലാത്ത ഉടലുകളുടെ ചിത്രം വർദ്ധിക്കുന്നു. ഇന്ന് ഭാരതത്തിൽ പലയിടങ്ങളിലും മതങ്ങളും മതാത്മകതകളും മുറ്റു നിൽക്കുന്ന ഇടങ്ങളിൽ തലയില്ലാത്തതായ അവസ്ഥ കാണുന്നു. അതുകൊണ്ടാണ് ജീർണതയിലേക്ക് തിരിച്ചു യാത്ര ചെയ്യുന്ന ഒരു ക്രമത്തെയാണ് ഗേഹസിയിലൂടെ പ്രവാചകൻ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് നയമാന്റെ കുഷ്ഠം ഒരു ജീർണതയുടെ രൂപാന്തരം, മറ്റൊരു പൊള്ളയായ ആത്മീയതയുടെ അധപ്പതനമായി മാറി. ഒരു ജീർണതയുടെ രൂപാന്തരം, ഒരു നയമാന്റെ കുഷ്ഠം മാറി സൗഖ്യമായ സംഭവം. ഇത് അധ്യായം അവസാനിക്കുമ്പോൾ ഒരു രൂപാന്തരത്തിലൂടെ ജീർണതയിലേക്ക് പ്രവേശിക്കുന്നു. ഇത് വളരെ സശ്രദ്ധം വിശ്വാസ സമൂഹം ശ്രദ്ധിക്കണം. വളരെ ഗൗരവമായിട്ട് സശ്രദ്ധം നാമൊക്കെ ചിന്തിക്കണം. കുടുംബമില്ല, പിന്നെ കുടുംബത്തെക്കുറിച്ചുള്ള ആഘോഷങ്ങളാണ്. കുടുംബങ്ങൾ മുഴുവൻ അറ്റുപൊക്കൊണ്ടിരിക്കുന്നു. കുടുംബങ്ങൾ നിശേഷമാകുന്നു. കുടുംബമെന്ന് പറയുന്ന കോൺസെപ്റ്റ് ദൈവം കണ്ടതിന്ന് മൈലുകൾക്കപ്പുറമാണ് ഇന്ന് കുടുംബങ്ങളുള്ളത്. ദൈവം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങോ ദൂരെയുള്ള ഒരു അവസ്ഥാവിശേഷമായി കുടുംബങ്ങൾ മാറിയിരിക്കുന്നു. ജീർണത കുടുംബത്തിൽ തുടങ്ങി, കുടുംബം ഉൾക്കൊള്ളുന്ന സഭയിൽ തുടങ്ങി, സഭയിൽ നിന്ന് സമൂഹത്തിൽ തുടങ്ങി, സമൂഹത്തിൽ നിന്ന് രാഷ്ട്രത്തിൽ തുടങ്ങി. ഇന്ന് അടിമുടി മുതൽ എല്ലാം ജീർണതമാകുന്നു. ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയിലേക്ക് എത്തുന്നു. പ്രിയരെ, ഇവിടെ നമ്മെ സ്പർശിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഗൗരവത്തോടെ നോക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് എൻ്റെ നാട്ടിൽ ലെബനൊക്കെയുള്ള നദിയില്ലയോ? ആ പർപ്പുര എന്നുള്ള നദിയില്ലയോ? അവിടെ വെള്ളമില്ലാഞ്ഞിട്ടാണോ ഞാൻ നിന്റെ ഈ പറച്ചിൽ കേട്ടി കലക്ക വെള്ളത്തിൽ മുങ്ങാൻ വരേണ്ടത്? ഞാൻ ദൈവമാണോ ഇവനെ സൗഖ്യമാക്കാൻ? ഇവനെ സൗഖ്യമാക്കാൻ ഞാൻ ദൈവമാണോ? രാജാവ് ചോദിക്കുന്നു. വസ്ത്രം കീറുന്നു. എല്ലാം ഗുരുതരമല്ലേ? സമ്മാനം കൊണ്ടുവന്ന് തിരസ്കരിച്ച ഭക്തന്റെ മുമ്പിൽ സമ്മാനത്തിന്റെ പിറകെ പോകുന്ന ഗേഹസിയല്ലേ? ജീർണതയുടെ പട്ടിക വർദ്ധിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ കൺവെൻഷൻ അനുഗ്രഹമാകണം. ഭക്തനായ മർത്തോമ മിത്രാപ്പൊലിത്ത എബ്രഹാം മർത്തോമ, യൂഹാനോൻ മർത്തോമ തിന്മകൾക്കെതിരെ, മദ്യത്തിനെതിരെ, ഭവനരഹിതരായിരുന്ന ആളുകൾക്ക് വേണ്ടി പങ്കം പിടിച്ച് സംഘം പിടിച്ച് പക്ഷം ചേർന്ന സഭയുടെ തലവന്മാർ, ഭക്തന്മാർ ഭരിച്ച സഭയാണിത്. ഭൂമിയില്ലാത്തവനെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ യൂഹാനോൻ മർത്തോമായാണ്. അവിശുദ്ധിയെ കണ്ടപ്പോൾ എങ്ങലടിച്ച മർത്തോമ എബ്രഹാം മർത്തോമായാണ്. അനേക കോടാനുകോടികൾക്ക്, ലക്ഷോപലക്ഷം ആളുകൾക്ക് 120 വർഷം കൊണ്ട് ചിന്താബോധം നൽകി, ദിശാബോധം നൽകിയ ഈ വിശുദ്ധ ഈ സംഗമം കർത്താവെ, ജീർണതയിലേക്ക് പോകുന്ന സമൂഹത്തെ രക്ഷിക്കാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ. ആത്മീയതയുടെ പേരിൽ ജീർണതയിലേക്ക് പ്രയാണം ചെയ്യുന്ന ഞങ്ങളുടെ സമൂഹത്തെ രക്ഷിക്കണമേ. ഞങ്ങളുടെ ജനങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ സംസ്ഥാനത്തെ രക്ഷിക്കണമേ. ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കണമേ. ആ പ്രാർത്ഥനയോടെ നമുക്ക് പോകാം.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.